ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു ചാരു ചിത്രം വരയ്ക്കുന്നു ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു തട്ടിലി കുങ്കുമവർണ്ണം പകർന്നു എങ്ങു നിന്നീ കവിൾ തട്ടിലി കുങ്കുമവർണ്ണം പകർന്നു മാതളപ്പൂക്കളിൽ നിന്നോ മലർവാകതളിർത്തതിൽ നിന്നോ പാടിപ്പറന്നു പോം എൻ കിളി തത്തതൻ പാടലമാം ചുണ്ടിൽ നിന്നോ ആ ആ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു എങ്ങു നിന്നീ കുളിർ നെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു എങ്ങു നിന്നീ കുളിർ നെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു ഈ മിഴിപ്പൂവിലെ നീലം ഇന്ദ്രനീലമണിച്ചില്ലിൽ നിന്നോ മേനിയിലാകെ പടരുമി സൗവർണം ഏതുഷസന്ധ്യയിൽ നിന്നോ ആ ആ ചൈത്രം ചായം ചാലിച്ചു നിന്റെ ചിത്രം വരയ്ക്കുന്നു. Beautiful. Good, good, good. Very nice. Yes. Beautiful performance. Thank you so much, Parvati. And costume ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇത് എവിടെന്നാ ഈ കോസ്റ്റ്യൂം എടുത്തേ? ഇത് എന്റെ അച്ഛന്റെ കുർത്തയാണ്. അച്ഛന്റെ കുർത്ത പാകായോ? പക്ഷെ അച്ഛന് യശിന്റെ അത്രയും ഹൈറ്റ് ഉണ്ടോ? അച്ഛനക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ്. അപ്പം അത് എനിക്ക് നല്ലപോലെ ഫിറ്റ് ആയി, കാരണം മുണ്ട് ഇടുന്നല്ലോ. ഓ, ഇതിന് മുണ്ടിന്റെ ആവശ്യമില്ലായിരുന്നു. ശരത് സർ, എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു യശിന്റെ പാട്ട്? യശേ സർ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പാടി. എനിക്ക് ആകെ ഉള്ളത് മാതളപ്പൂക്കളിൽ നിന്നോ, അത് ഒരു ലാസ്റ്റ് നോട്ടിനൊരു കുറച്ചും കൂടെ സുഖമും ഒരു ക്ലാരിറ്റിയും വരാം. ഒന്ന് പാടാമോ? മാതളപ്പൂക്കളിൽ നിന്നോ. ആ നിന്നോ എന്ന് പറയുന്നതിന് ആ ഒരു നോട്ട് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകുമ്പം അതിനൊരു സുഖം കിട്ടും. അതുകൊണ്ടാ പറഞ്ഞേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആലാപിന്റെ ലാസ്റ്റ് ആലാപ്, അതും ആ നോട്ടിന് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. ഒന്ന് പാടാമോ അത്? അത് ഇങ്ങനെ നിലാവത്ത് കോഴി അഴിച്ചു വിട്ട പോലെ അല്ല, കുറച്ചും കൂടെ ധൈര്യമായിട്ട് അങ്ങ് പാടാം. അത്രേ ഉള്ളു യക്ഷേ. ഒരു മനോഹരമായ ഒരു പാട്ട്, നന്നായിട്ട് തന്നെ പാടി. ഇതൊക്കെ ഞാൻ കുറച്ചും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഷാനിക, യെസ് സർ.
ഓഗ്രൻ സോങ് സെലക്ഷൻ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. യേശു മറ്റേ ക്ലാസ് ടോപ്പർ പോലെ. യേശു വന്നാ പിന്നെ മറ്റേ പാരന്റ്സ് മീറ്റിംഗിനൊന്നും പേടിക്കണ്ട. അതെ, ധൈര്യമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. എന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതെ. പിന്നെ ഞാൻ കണ്ടൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് യശ് പല പല ടൈപ്പ് പാട്ടുകൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം Yes, sir. കഴിഞ്ഞ എപ്പിസോഡിൽ ഈവൻ ആ ഒരു അറ്റയർ പോലും അതാ ലുക്സും. ലുക്സും എല്ലാം മാറ്റിയിട്ട് അതാണ് നമുക്ക് വേണ്ടത്. അത് യശ് ഓൾമോസ്റ്റ് എല്ലാ ബോക്സും ഇങ്ങനെ ടിക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റട്ടെ. താങ്ക് യു സർ. അല്ല, യശ് എന്തെങ്കിലും റെസൊല്യൂഷൻസ് എടുത്തോ? ഒന്നോ രണ്ട് പറയാം റെസൊല്യൂഷൻസ്. അതായത് ഈ ഷോയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി കുറെ മ്യൂസിക് പഠിക്കണം, കുറെ എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് എന്റെ എക്സ്പ്ലോർ ചെയ്യാത്ത സൈഡ്സ് ഒന്ന് റീവിസിറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ ഉണ്ട്. വേറെ Okay. ഈ തന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നി എന്തെങ്കിലും? നെഗറ്റീവ് എലിമെന്റ്സ്, നെഗറ്റീവ് എനർജീസ് ഒഴിവാക്കണം. പോസിറ്റീവ് ആയിരിക്കണം, ഹാപ്പി അതെങ്ങനെ ആയിരിക്കണം, ഒഴിവാക്കും? സംസാരിക്കരുത്. ഇവരുമായിട്ടൊന്നും അവരോടും സംസാരിക്കാതെ സംസാരിക്കാതെ. മതി. ഓ, ഔട്ട് ഓഫ് സൂപ്പർ സ്റ്റാർ. യശ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ? ആ, അതെ. അങ്ങനെ ആയി വന്നു. അങ്ങനെ ആയി വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ലൈഫിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് സമാധാനമാണ് ഏറ്റവും വലുത്. എന്തോ ഒരു കഥ മണക്കുന്നു. ഏയ്, ആണോ? അല്ല 2026 ഒരു കല്യാണം കഴിക്കണം എന്നുണ്ടോ? അങ്ങനെ ഒരു റെസൊല്യൂഷൻ ഉണ്ടോ? അല്ല, റെസൊല്യൂഷൻ അല്ല, പെട്ടെന്ന് വേണ്ട. പെട്ടെന്ന് വേണ്ട. ഒരു 27 നെക്സ്റ്റ് ഇയർ. ഓക്കെ. ഓക്കെ. ഓ, റെഡിയാണ്. മുണ്ട് ജുബ്ബ എല്ലാം റെഡിയായി, സെറ്റായി. യശ് ഇത് തന്നെ നല്ല സോങ് സെലക്ഷൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക ചേച്ചി. യശ് മാം. ആസ് യൂഷ്വൽ സൂപ്പർബ് സിംഗിങ്. Thank you, ma'am. മനോഹരായിരുന്നു. യശിൽ ഒരു എന്താ പറയാ, ഒരു മെച്യൂർഡ് സിംഗിങ് വരുന്നുണ്ട്. അത് ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യം, ഈ ഭാഷയൊന്നും ഇത്രയും അറിയാത്ത ഒരാള്, ഇത്ര എന്താണ് പറയുക, വീട്ടിൽ അധികം മലയാളം സംസാരിക്കുന്നില്ല, ആകപ്പാടെയുള്ളത് ഇതാ ഈ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന മലയാളവും ഇതൊക്കെയാണ്. ആ വ്യക്തി ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ള പാട്ട് ഓർത്ത് പഠിച്ച് അതിൻ്റെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കറക്റ്റ് ചെയ്ത് പാടുന്നത് കാണുമ്പം ഐ ഫീൽ സോ പ്രൗഡ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സോ പ്രൗഡ് ഓഫ് യു. കാരണം അത്രയും നമ്മൾ ആദ്യം കോമ്പറ്റീഷൻ തുടങ്ങിയ സമയത്ത് യശന് ഒരു മുംബൈക്കർ ആക്സെന്റ് ഉണ്ടായിരുന്നു ഇതിന്റെ ഈ പാട്ടൊക്കെ പാടുമ്പോൾ. അതൊക്കെ മാറ്റി ഒരുപാട് ഡെഡിക്കേഷൻ കൊടുത്ത് യശ് ഒരു പുതിയൊരാളായി മാറി. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. മുന്നോട്ട് ഇനിയും നല്ല നല്ല രീതിയിൽ പ്രയത്നിക്കാൻ സാധിക്കട്ടെ. ശബ്ദം നല്ലതുപോലെ നിൽക്കട്ടെ കൂടെ തന്നെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. യെസ്. ശരത് സർ. 8 അടിയുള്ള യഷിന് 9. താങ്ക് യു സർ. മൂർഖന്നൊക്കെ കേട്ടിട്ടുണ്ട്. 8 അടി. താങ്ക് യു സർ. ഷാനിക്ക. 9. 9. താങ്ക് യു സർ. സൂപ്പർ. ചേച്ചി. യശന്റെ മാർക്സ് ഞാൻ എന്താ എഴുതി ചിത്രം ഭദ്രമായി ഗാനക്കുടത്തിലേക്ക് ഇടുന്നുണ്ട്. Thank you. Okay, so total 18. Super. താങ്ക് യു. Okay, all the best. Thank you.